ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആത്മജ്യോതിയിലേക്ക് സ്വാഗതം. നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ചരിതങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദ്വിതീയ സ്കന്ധം നിവർത്തി സ്കന്ധത്തിലെത്തി. അതിൽ 4-ാമത്തെ അധ്യായമാണ് ഇനി പറയാനിരിക്കുന്നത്. ഇതിൽ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയും ശ്രീശുക ബ്രഹ്മർഷി അതിന് മറുപടി പറയുകയുമാണ്. എന്നിപ്പോൾ ഭാഗവതം പറഞ്ഞു തുടങ്ങുന്ന ആ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ആരാണ് പറയുന്നത്? ശ്രീശുക ബ്രഹ്മർഷി ശ്രീ വേദവ്യാസ മഹർഷിയുടെ മകനാണ്. അപ്പോൾ ആദ്യമായിട്ട് ശുഗബ്രഹ്മർഷി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടാണ് കഥ പറയാൻ തുടങ്ങുന്നത്. എന്താണ് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചതെന്നുള്ളത് സൂതൻ പറയുകയാണ്. സൂത ഉവാച വയ്യാസകേരിതി വജസ്തത്വനിശ്ചയമാത്മനഃ ഉപധാര്യ മതിം കൃഷ്ണ ഉത്തരേയ സതീം വ്യഥാത് ആത്മജായാ സുധാകാര പശുദ്രവിണബന്ധുഷു രാജ്യേ ചാവികലേ നിത്യം വിരൂഢാം മമതാം ജഹൗ പപ്രച്ഛ ചേമമേവാർത്ഥം യന്മാം പൃച്ഛത സത്തമാഃ കൃഷ്ണാനുഭാവശ്രവണേ ശ്രദ്ധധാനോ മഹാമനാഃ സംസ്ഥാം വിജ്ഞായ സന്യസ്യ കർമ്മത്രൈവർഗികം ജയത് വാസുദേവേ ഭഗവതി ആത്മഭാവം ദൃഢം ഗത. പരീക്ഷിത് മഹാരാജാവ് ഭക്ഷണവും എല്ലാം വെടിഞ്ഞിട്ട് ആ ഒരു പ്രാണൻ വെടിയാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അദ്ദേഹത്തിന് തക്ഷകൻ കടിച്ചു മരിക്കുമെന്നുള്ളൊരു ശാപം മുനികുമാരനിൽ നിന്ന് ലഭിച്ചു. നമ്മളത് കണ്ടതാണ്. അപ്പോൾ ആ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞ ആ ഒരു പരമാത്മ സംബന്ധമായ വാക്കുകളൊക്കെ കേട്ടിട്ട് പരീക്ഷിത് മഹാരാജാവ് ആരിൽ ചിത്തത്തെ ഉറപ്പിച്ചു? ശ്രീകൃഷ്ണ ഭഗവാനിൽ തന്നെ ആ മനസ്സിനെ ഉറപ്പിച്ചു. അദ്ദേഹം സാധാരണ നമ്മൾക്കെല്ലാം ആസക്തിയുള്ള ഗൃഹം, ശരീരം, ഭാര്യ, പുത്രൻ, പശു, ആ രാജ്യം, അദ്ദേഹം ഭരിച്ച് വളരെ നല്ലൊരു രാജാവായിരുന്നു അല്ലേ? അദ്ദേഹം രാജർഷിയാണ്. അതിലുണ്ടായിരുന്ന ആ സംഘത്തെയെല്ലാം കൈവെടിഞ്ഞു. അപ്പം തൻ്റെ മൃത്യു ആഗതമായി. തനിക്കിനി 7 ദിവസമേ ഉള്ളൂ. അദ്ദേഹം പുരുഷാർത്ഥങ്ങളായിട്ടുള്ള ധർമ്മ അർത്ഥ കാമങ്ങളിലുള്ള ആ ആസക്തിയെയൊക്കെ കൈവടിഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണനിൽ ദൃഢഭക്തി, വെറും ഭക്തിയല്ല, ദൃഢഭക്തി, ഉറച്ച ഭക്തി, ഒരു ചാഞ്ചല്യവുമില്ലാതെ ഇരുന്നു. എന്നിട്ട് ശ്രീകൃഷ്ണ മാഹാത്മ്യം കേൾക്കുന്നതിൽ ശ്രദ്ധ ഉറപ്പിച്ചവനായിട്ട് ഇപ്രകാരം ചോദിച്ചു. എന്താണ് ചോദിച്ചത്? രാജോവാച സമീചീനം വജോ ബ്രഹ്മൻ സർവജ്ഞസ്യ തവാനഘ തമോ വിശീര്യതേ മഹ്യം ഹരേഃ കഥയതഃ കഥാം ഭൂയ ഏവ വിവിത്സാമി ഭഗവാനാത്മമായയാ യഥൈദം സൃജതേ വിശ്വം ദുർവിഭാവ്യമധീശ്വരൈ. പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ്, അല്ലയോ മഹർഷി, അങ്ങ് സർവജ്ഞനാണ്. അങ്ങ് പറഞ്ഞ ആ ഭാഗവത മാഹാത്മ്യം ശ്രവിച്ചപ്പോൾ തന്നെ എന്നെ ബാധിച്ചിരിക്കുന്ന അജ്ഞാനം ക്രമേണ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബ്രഹ്മാദികൾ കൂടി, ആ ദേവന്മാർക്ക് കൂടി ചിന്തിക്കാൻ പറ്റാത്ത ഈ വിശ്വത്തെ ഭഗവാൻ എങ്ങനെയാണ് സ്വമായ കൊണ്ട് സൃഷ്ടിച്ചതെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ആ ഭഗവാൻ ഏതു വിധത്തിലാണ് ഈ ജഗത്തിനെ, ബ്രഹ്മാണ്ടങ്ങളെ പാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത്? അപ്പം ആ ഭഗവാൻ തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാര രൂപത്തിൽ ഇവിടെ ക്രീഡിക്കുന്നത്, ലീലയാടുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വര രൂപത്തിൽ ഭഗവാൻ തന്നെയാണ് ലീലയാടുന്നത്. അപ്പോൾ അത് ഏത് ശക്തിയെ ആശ്രയിച്ചാണ്? ഇനി ഈ ഭഗവാൻ ഹരിയുടെ ഈ ചേഷ്ടകൾ, ലീലകൾ ക്രാന്തദർശികൾക്ക് കൂടി വിഭാവനം ചെയ്യാൻ പ്രയാസമുള്ളതാണ്. ആത്മാനം ക്രീഡൻ കരോതി വികരോതി ച നൂനം ഭഗവതോ ബ്രഹ്മൻ ഹരേരദ്ഭുതകർമ്മണഃ ദുർവിഭാവ്യമിവാഭാതി കവിഭിശ്ചാപി ചേഷ്ടിതം യഥാ ഗുണാംസ്തു പ്രകൃതേർയുഗപത്ക്രമശോപി വാ വിഭർത്തി ഭൂരിശസ്തു ഏകഃ കുർവൻ കർമാണി ജന്മഭി വിചികിത്സതം ഏതന്മേ ബ്രവീതു ഭഗവാൻ യഥാ ശബ്ദേ ബ്രഹ്മണി നിഷ്ണാദ പരസ്മിശ്ച ഭവാൻ ഖലു. അപ്പോൾ അദ്ദേഹം ഭഗവാൻ ഏകനായിട്ടാണോ അതോ അവതാര രൂപത്തിലാണോ പ്രകൃതി ഗുണങ്ങളെ സ്വീകരിക്കുന്നത്? നമ്മൾ പറഞ്ഞു മായ എന്ന് പറഞ്ഞാൽ തന്നെ ഗുണങ്ങളാണ്, ത്രിഗുണാത്മികയാണ് പ്രകൃതി മായ. സത്വരജസ് തമോ രൂപത്തിലാണ് ഇരിക്കുക. അപ്പം അങ്ങ് വേദത്തിലും വേദാന്തത്തിലും നിഷ്ണാതനാണ്. അവിടുന്ന് എൻ്റെ സംശയം ദൂരീകരിക്കണേന്ന് പറയുകയാണ്. അപ്പോൾ സൂതൻ വീണ്ടും
പറയുകയാണ്. ഇത്യുപാമന്ത്രിതോ രാജ്ഞ ഗുണാനുകഥനേ ഹരേ ഹൃഷീകേശമനുസ്മൃത്യ പ്രതിവക്തൃം പ്രചക്രമേ. അപ്പം സൂതൻ പറയാൻ പറഞ്ഞു. പരീക്ഷത്തിൻ്റെ ഈ ചോദ്യം കേട്ട് ശ്രീശുക ബ്രഹ്മർഷി ഭഗവാനെ ധ്യാനിച്ച് ആ മനസ്സ് അവിടെ ഉറപ്പിച്ച് ഭാഗവതം പറയാൻ ആരംഭിച്ചു. അദ്ദേഹം ഭഗവാനെയും ഒരു ശ്ലോകം കൊണ്ട് വ്യാസമഹർഷിയെയും നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വരുന്ന ഭാഗങ്ങൾ ശുഖസാരസ്വതം എന്നുള്ള പേരിൽ പ്രസിദ്ധമാണ്. അദ്ദേഹം ഭഗവാനെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ ആ മനസ്സിൽ ഓർക്കുന്ന ധ്യാനിക്കുന്ന ശ്ലോകങ്ങളാണ് ഇനിയുള്ളത്. ശ്രീശുഗൗവാച നമഃ പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാന നിരോധലീലയാ ഗൃഹീതശക്തിത്രിതയായ ദേഹിന ഭാവായാനുപലക്ഷ്യവത്മനേ. അലയോ പുരുഷോത്തമനായ മഹാത്മ്യത്തോടു കൂടിയ ശരീരികൾ എന്ന് പറഞ്ഞാൽ ശരീരമെടുത്തവർ, ആ ശരീരികളിൽ അന്തർയാമി രൂപത്തിൽ ഇരിക്കുന്നവനുമായ അങ്ങേക്ക് നമസ്കാരം. പിന്നെയോ ആ വിശ്വത്തിൻ്റെ ബ്രഹ്മാണ്ടങ്ങളുടെ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ അലീലയായിട്ട് ചെയ്യാനായിക്കൊണ്ട് ത്രിമൂർത്തി രൂപത്തിൽ ബ്രഹ്മവിഷ്ണു ശങ്കര രൂപത്തിൽ ത്രിശക്തികളെയും ആ ത്രിമൂർത്തികളായി ത്രിഗുണങ്ങളെയും സ്വീകരിച്ചവനായിരിക്കുന്ന ആ പുരുഷോത്തമനായ ഭഗവാന് നമസ്കാരം. അപ്പോൾ എല്ലാ ജീവികളിലും അന്തർയാമിയായിട്ടിരിക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴാണോ നമ്മളുടെ തന്നെ ആ ഭഗവാനായ സ്വരൂപത്തെ നമ്മൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത്, അപ്പോഴാണ് നമ്മൾ ഇതിൽ നിന്നെല്ലാം മുക്തരാകുന്നത്. അപ്പം നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ശ്രീശുക ബ്രഹ്മർഷി ആരാണ്? അദ്ദേഹം ബ്രഹ്മജ്ഞാനം നേടിയ ആളാണ്. അദ്ദേഹം പോലും അങ്ങനെ ധ്യാനിച്ചിട്ട് ഭഗവാനെ ധ്യാനിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഭൂയോ നമഃ സദ്വ്രജിനച്ഛിതേ അസദാമസംഭവായ അഖിലസത്വമൂർത്തയേ പുംസാം പുനഃ പാരമഹംസ്യാശ്രമേ വ്യവസ്ഥിതാനാം അനുമൃഗ്യദാശുഷേ. അപ്പം പറയുകയാണ്, എല്ലാ ജീവജാലങ്ങളുടെയും ദുഃഖത്തെ ഹരിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവനായ ഭഗവാൻ അസത്തുക്കളായവരെ നശിപ്പിച്ചു കളയും, ഇല്ലാതാക്കി കളയുന്നവനും ആ സജ്ജനങ്ങളുടെ എല്ലാം ദുഃഖത്തെ ഇല്ലാതാക്കുന്നതും എല്ലാ ചരാചരങ്ങളുടെ രൂപത്തിൽ അന്തർയാമിയായി ഇരിക്കുന്നവനും ആ ഒരു യോഗികളുടെ ആ പുണ്യ ആത്മാക്കൾക്ക് ആ പരമാത്മതത്വത്തെ അറിഞ്ഞവർക്ക് അല്ലെങ്കിൽ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ആത്മതത്വത്തെ പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവാനായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നു. നമോ നമസ്തേ സ്തു ഋഷഭായ സാത്വതാം വിദൂരകാഷ്ടായ മുഹുക്കുയോഗിനാം നിരസ്തസാമ്യാതിശയേന രാധസ സ്വധാമനി ബ്രഹ്മണി രംസ്യതി നമഃ. അപ്പം നമസ്കരിക്കുകയാണ് വീണ്ടും. പരബ്രഹ്മത്തിൽ രമിക്കുന്ന പരബ്രഹ്മ സ്വരൂപിയായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം. അങ്ങ് നിരതിശയമായ ഐശ്വര്യത്തോട്, നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഐശ്വര്യത്തോടു കൂടി ആ സ്വസ്വരൂപത്തിലിരുന്ന് ഇരിക്കുന്ന അവിടുത്തെ ആനന്ദസ്വരൂപനായിട്ട് അതിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആത്മാരാമൻ എന്ന് നമ്മൾ ശ്രീരാമൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും രാമൻ എന്ന് പറഞ്ഞാൽ രമതാം രാമ എന്നാണ്. തന്നിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുക, അവിടെ ആനന്ദിക്കാനായിട്ട് വേറെ തത്വത്തിൻ്റെ ഒന്നും കാര്യമില്ല. കുയോഗികൾക്ക് പ്രാപിക്കാൻ കഴിയാത്തവനാണ്. ശരിക്കുമുള്ള യോഗികളല്ലാത്തവർക്ക് പ്രാപിക്കാൻ പറ്റില്ല. സാത്വികന്മാരുടെ ഇടയിൽ ശ്രേഷ്ഠനായിട്ടുള്ള അവിടത്തേക്ക് ഏറ്റവും ശ്രേഷ്ഠനാരാണ്? ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള അവിടത്തേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നു. യത് കീർത്തനം യത് സ്മരണം യദീക്ഷണം യദ്വന്ദനം യത് ശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. അപ്പം വീണ്ടും സുഭദ്രശ്രവസേ, ഏറ്റവും വലിയ കീർത്തിയോട് കൂടിയവനായ ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്നാണ് ശുഖബ്രഹ്മർഷി പറയുന്നത്. അപ്പോൾ ആരൊരുവനിലാണ് എല്ലാം, യാതൊരുവനെ കീർത്തിച്ചാലാണ്, യാതൊരുവനെ കീർത്തിക്കുകയും അതായത് പാടി പുകഴ്ത്തുക, സ്മരിക്കുക എന്നുള്ള സ്മൃതി, ഓർക്കുക, ദർശിക്കുക, കാണുന്നതിനും വന്ദിക്കുന്നതും പൂജ ചെയ്യുന്നതിനും ആ മാഹാത്മ്യം ശ്രവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് യാതൊരുവൻ്റെ ഈ കാര്യങ്ങൾ മാഹാത്മ്യം
കൊണ്ട് ലോകരുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മാലിന്യം വളരെ വേഗത്തിൽ ദൂരീകരിക്കപ്പെടുന്നു. അപ്രകാരമുള്ള ഭഗവാനായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം എന്ന് ശുകബ്രഹ്മർഷി വീണ്ടും പറയുകയാണ്. ഇനി വിചക്ഷണായ ചരണോപസാദനാത് സംഘം വിദസ്യോ ഭയദോ അന്തരാത്മന വിന്ദന്തി ഹി ബ്രഹ്മഗതിം ഗതക്ലമാ തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. വീണ്ടും ആ വലിയ കീർത്തിയോട് കൂടിയവനെ അങ്ങേ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ആ ഏതൊരു ഭഗവാന്റെ യാതൊരുവൻ്റെ ആ പാദങ്ങളെ ഉപാസിച്ചിട്ടാണോ ആ വിവേകികളായിട്ടുള്ളവർ എല്ലാ സംഘങ്ങളും വെടിഞ്ഞ് വളരെ വേഗത്തിൽ സായുജ്യ മുക്തി നേടുന്നത്, ആ എല്ലാ സംഘങ്ങളും വിട്ടിട്ട് സ്വസ്വരൂപത്തിലേക്ക് പോകുന്നത് ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നു. തപസ്വിനോ ദാനപരായശസ്വിനോ മനസ്വിനോ മന്ത്രവിദസ്സു മംഗളാഫ് ക്ഷേമം ന വിന്ദതി വിനായ ദർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. വീണ്ടും ആ ഏറ്റവും വലിയ മംഗളകീർത്തിയോട് കൂടിയ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഭഗവാൻ എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പഠിപ്പിക്കുമ്പോൾ. 6 ഭാഗങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ എന്ന് പറയുന്ന സമഗ്രമായ ഐശ്വര്യം, യശസ്, കീർത്തി, ശ്രീ ഇതെല്ലാം കൂടിയവനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമുക്കത് വേറൊരു സമയത്ത് അത് കൃത്യമായി വികസിപ്പിച്ച് പറയാം. അപ്പോൾ അതിനി തപസ്വികളായാലും ദാനം വളരെയേറെ നൽകുന്നവരായാലും യശസ്സുള്ളവരായാലും നല്ല മനസ്സോട് കൂടിയവരായാലും മന്ത്രമെല്ലാം അറിയുന്നവരായാലും വളരെയധികം സദാചാര നിഷ്ഠയോട് കൂടിയവരായാലും സ്വഗുണങ്ങളെ യാതൊരാളിൽ സമർപ്പിച്ചാലല്ലാതെ ക്ഷേമത്തെ പ്രാപിക്കുന്നില്ലയോ. ക്ഷേമം ന വിന്ദതി വിനായദർപ്പണം. അപ്രകാരമുള്ള അനന്തകീർത്തിയോടുകൂടിയ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നു. കിരാത ഹൂണാന്ധ്ര പുളിന്ദ പുൽക്കസ ആഭീര കങ്കായവനാഖസാദയ യേ അന്യേ ച പാപായതുപാശ്രയാശ്രയ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ പറയുകയാണ്. കിരാതന്മാർ, നമ്മൾ ഗീതയിലും അഭിസദുരാചാര എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കിരാതന്മാർ, ഹൂണന്മാർ, ആന്ധ്രന്മാർ, പുളിന്ദന്മാർ, പുൽക്കസന്മാർ, ആഭീരന്മാർ, കങ്കന്മാർ, യവനന്മാർ, ഖസന്മാർ, ഇവരൊക്കെ അപ്പം അങ്ങനെയുള്ളവരെയും അവരും മറ്റനേകം പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരായവരും കൂടി നിരന്തരമായി ഇങ്ങനെ മനസ്സിൻ്റെ ഇതുകൊണ്ട് ഓരോരുത്തരുടെ ആ ഒരു വാസനകൾക്കനുസരിച്ചിട്ട് പാപകർമ്മങ്ങൾ വന്നാലും യാതൊരാളെ ആശ്രയിച്ചാൽ പരിശുദ്ധമായി തീരുന്നോ അങ്ങനെയുള്ള പ്രഭവിഷ്ണവേ നമഃ എന്നാണ് പ്രഭാവത്തോടു കൂടിയ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി എന്താണ്? സയേഷാത്മാത്മവദാമധീശ്വര ത്രയീമയോ ധർമ്മമയസ്തപോമയ ഗതവ്യലീകൈർ അജശങ്കരാദിഭിർ വിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. ത്രയീ എന്ന് പറഞ്ഞ വേദം. അപ്പോൾ ആത്മാവിനെ അറിഞ്ഞവർ ആ ആത്മസ്വരൂപിയാണ്. അവർക്ക് ആത്മസ്വരൂപത്തിൽ തന്നെ ലഭിക്കും. എല്ലാത്തിൻ്റെയും അങ്ങാണിവിടെ എല്ലാത്തിൻ്റെയും അധിപനാണ്. ആ വേദസ്വരൂപനാണ്. അറിവിൻ്റെ വേദം എന്ന് പറഞ്ഞാൽ വിദ്ധാതു അറിവാണ്. ധർമ്മസ്വരൂപനാണ്. അങ്ങ് തപസ്വരൂപനാണ്. അപ്പം യാതൊരു കാപട്യവും ഇല്ലാത്തവരായ ആ സ്വസ്വരൂപത്തിലിരിക്കുന്ന ബ്രഹ്മാവ്, ശങ്കരൻ മുതലായവർക്ക് കൂടി ആ വിസ്മയം, ആ അനന്തവിസ്മയത്തെ ജനിപ്പിക്കുന്ന ഗുണത്തോടുകൂടിയായ ഇരിക്കുന്നവനായ ഭഗവാൻ പ്രസീദതാം, ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ എന്ന് ശുകബ്രഹ്മർഷി പ്രാർത്ഥിക്കുകയാണ്. ഇനി ശ്രിയഃ പതിർയജ്ഞപതിഃ പ്രജാപതിർ ധിയാം പതിർലോകപതിർധരാപതിഃ പതിർഗതിശ്ചാന്ധകവൃഷ്ണേ സാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാംപതി. ധിയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നവർ, ആ ലക്ഷ്മീപതി, ശ്രീയുടെ പതി, ലക്ഷ്മി വല്ലഭൻ യജ്ഞപതിയാണങ്ങ്, പ്രജാപതിയാണ്. പ്രജാപതി ഒരു സ്ഥാനവുമാണ്. പ്രജാപതിമാരുണ്ട്, ബ്രഹ്മാവിനെ നമ്മൾ പറയാറുണ്ട്. ഇനി ബുദ്ധി മുതലായിട്ടുള്ള ആ മനോവൃത്തികളുടെ പതിയാണ്, ലോകപതിയാണ്, ധരാപതി ഭൂമിയുടെ പതിയാണ്, അന്ധകർ, വൃഷ്ണികൾ, സാത്വതന്മാർ മുതലായവരുടെ പതി. അവിടെ ഒരു പഠിപ്പിക്കുമ്പോൾ സ്വാമിജി അർത്ഥം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അന്ധകന്മാർ ഒരു തമോ ഗുണത്തെ റെപ്രസെൻറ്റേഷൻ പറയാം, വൃഷ്ണികൾ ഒരു രജസ്സിനെ റെപ്രസെൻറ്റേഷൻ പറയാം, സാത്വതൻ എന്ന് പറയുമ്പോൾ സത്വഗുണ പ്രധാനികൾ. സജ്ജനങ്ങളുടെ പതിയും സർവ്വതിൻ്റെയും ആശ്രയസ്ഥാനവുമായ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ, പ്രസീദതാമേ ഭഗവാൻ സദാംപതി എന്ന് പറഞ്ഞിരിക്കുന്നു.
ഇനി അടുത്തത് യദംഘ്രി അഭിധ്യാന സമാധി ധൗതയാ ധിയാനുപശ്യന്തി ഹി തത്വമാത്മന വദന്തി ചൈതത് കവയോ യഥാരുജം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കവികളുടെ, ഋഷിമാരുടെ ക്രാന്തദർശികൾ അഥവാ ദീർഘദർശികളായിട്ടുള്ളവരുടെ കാര്യമാണ്. നമ്മളിപ്പോൾ കവി എന്ന് പറയുന്ന ഒരർത്ഥമല്ല, അതിന് ഋഷയ കാന്തദർശയ എന്നാണ്. ആ ഭഗവാന്റെ പാദധ്യാനം കൊണ്ടാണ് അവരുടെ ബുദ്ധി സ്ഥിരമായി തീർന്നിട്ട് ആത്മതത്വത്തെ അവർ സാക്ഷാത്കരിക്കുന്നത്. അങ്ങനെയുള്ള മുകുന്ദൻ, മുക്തിം ദദാതീതി മുകുന്ദ, മുക്തിപ്രദനായ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും എടുത്തത്, ഭഗവാനെ തന്നെയാണ് പറയുന്നത്. ഐശ്വര്യസ്യ സമഗ്രസ്യ യശസ്ശ്രിയ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. പ്രചോദിതായേന പുരാ സരസ്വതി വിതന്വതാജസ്യ സതീം സ്മൃതിം ഹൃദി സ്വലക്ഷണാ പ്രാദുരഭൂത് കിലാസ്യത സമേ ഋഷീണാം ഋഷഭ പ്രസീദതാം. കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ സൃഷ്ടി സംബന്ധമായ സ്മരണെ ഉയർത്തിയ ഭഗവാനാൽ പ്രേരിതമായി ആ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും ആരാണ് ഉദ്ഭവിച്ചത്? അത് വേദം, സരസ്വതി ഉദ്ഭവിച്ചു അല്ലേ. വേദം എന്ന് പറഞ്ഞാൽ അറിവ് തന്നെയാണ്. അങ്ങനെയുള്ള അത് ഭഗവത് സ്വരൂപം തന്നെയാണ്. ഋഷികളിൽ വെച്ച് അങ്ങനെയുള്ള ഭഗവാൻ, ശ്രേഷ്ഠനായ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഋഷികളിൽ വെച്ച് ശ്രേഷ്ഠനാണ് ഋഷഭാണ. ഭൂതൈർമഹദ്ഭര്യ ഇമാഃ പുരോ വിഭുർനർമായ ശേദേയതമോഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സ്വലംകൃശിഷ്ട ഭഗവാൻ വജാംസി മേ. അപ്പം ഈ ശരീരം എന്ന് പറഞ്ഞാൽ ശീര്യതേ ഇത് ശരീര, പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഇവയെ സൃഷ്ടിക്കുന്നത്. പൃഥ്വി, തേജോ, വായു, ആകാശങ്ങളാണ് 5 ഭൂതങ്ങൾ. ആ ഭൂതങ്ങൾ ഭവിക്കുന്നവ, ശരീരങ്ങളായിട്ട് ഭവിക്കുന്നവയെ സൃഷ്ടിക്കുന്നത് ഏത് പ്രഭുവാണ്? ആരാണ്? ഭഗവാനാണ്. എന്നിട്ട് അവയിൽ അന്തര്യാമി രൂപത്തിൽ വസിക്കുകയും ചെയ്യുന്നത്. ആ മഹത്വത്വ, അഹങ്കാരം തുടങ്ങിയ 16 ഷോഡശ, അതായത് ഷോഡശ കലകളോട് കൂടിയവനും അവയെ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക, അവയെ അനുഭവിക്കുകയും ചെയ്യുന്നവനുമായ ഭഗവാൻ എൻ്റെ വാക്കുകളെ അലങ്കരിക്കട്ടെ. അലങ്കൃശിഷ്ട ഭഗവാൻ വജാംസി മേ. ഭഗവാനെ അങ്ങ് എൻ്റെ വാക്കുകൾക്ക് അലങ്കാരമായിരിക്കണമേ. സുഖബ്രഹ്മർഷി പോലും അത്രയും ഇതായിട്ടാണ് താണ് കേണാണ് അപേക്ഷിക്കുന്നത്. അപ്പം നമ്മളൊക്കെ എത്ര അപേക്ഷിക്കേണ്ടി വരും? നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ വേധസേ പപുർജ്ഞാനമയം സൗമ്യായൻ മുഖാംബുരുഹാസവം. അപ്പോൾ ആത്മജ്ഞാനികൾ, പ്രശാന്ത ചിത്തർ, അവരെപ്പോഴും ഇങ്ങനെ ആത്മജ്ഞാനത്തിൽ മുഴുകി ആനന്ദരൂപികളായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ളവർ യാതൊരാളുടെ മുഖമാകുന്ന താമരയിൽ നിന്ന് ഉത്ഭവിച്ച ആ ജ്ഞാനരൂപത്തിലുള്ള മധു പാനം ചെയ്ത് ആ ആനന്ദ നിർവൃതിയെ പ്രാപിച്ചുവോ, അപ്രകാരമുള്ള ആ അമിത തേജസ്സോടുകൂടിയ വ്യാസഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതദേവാത്മഭൂരാജൻ നാരദായ വിപൃച്ഛതേ വേദഗർഭോ അഭ്യദാത് സാക്ഷാത് യഥാഹ ഹരിരാത്മന. അപ്പോൾ ശ്രീ ശുഖബ്രഹ്മർഷി പറയാണ്, അല്ലയോ രാജർഷേ, പരീക്ഷത്ത് രാജാവിനോട് പറയുകയാണ്, ഇതേ ചോദ്യം പണ്ട് നാരദ മുനി ബ്രഹ്മാവിനോട് അങ്ങ് ചോദിച്ച പോലെ ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് വിഷ്ണു ഭഗവാൻ തനിക്ക് ഉപദേശിച്ചു തന്നതായ ആ തത്വത്തെ നാരദ മഹർഷിയോട് പറഞ്ഞു. അത് ഞാൻ അങ്ങയോട് പറയാമെന്ന് പറഞ്ഞ് ഇനി പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയ സ്കന്ധേ അഥ ചതുർത്ഥോധ്യായ. ഹരി ഓം. നമ്മളും ഭഗവത് പാദങ്ങളിൽ ചെയ്തതെല്ലാം സമർപ്പിക്കുന്നു. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.